ഗൗരവ സാർ ഒരാഴ്ചത്തേക്ക് വരത്തില്ല. ഇനി ഒരാഴ്ച ഞാനാ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ചേട്ടൻ ചേട്ടൻ വന്നല്ലോ. നൂതൻ ചേട്ടൻ ഒരാഴ്ചത്തേക്കില്ല. ഇതാ പുതിയ സാറ്. ചേട്ടാ ലേറ്റ് ആയത്? 4 മണിക്കല്ലേ ട്യൂഷൻ? ഇച്ചിരി ലേറ്റായി, അതുകൊണ്ടാ താമസിച്ചത്. ഏരിയ എങ്ങനെ മനസ്സിലാക്കും? ഒരു ഏരിയയിൽ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരെ നോക്കുമ്പോ ഏരിയ മനസ്സിലാവും. ഏരിയ ശരിയല്ലെങ്കിൽ അവിടെ നിക്കരുത്. മനസ്സിലായോ? അതല്ലടാ, വളച്ചിലെടുക്കല്ലേ. പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും? പരിപ്പിന്റെ അളവാണെങ്കിൽ ഗ്ലാസ്സിലൊക്കെ ഇടുന്ന കാണുന്നേ. കൂടുതൽ അറിയണമെങ്കിൽ അമ്മ എടുത്ത് ചോദിക്കണം. നീ വടി കണ്ടല്ലേ, എന്റെ ചന്തില് തൊലി എഴുതിയിരിക്കും. എന്റെ കൊടല് മാലയില്ലേ, അതെന്റെ കത്തി ഇരിക്കും. ഡാ, നിനക്ക് പറഞ്ഞെന്ന് മനസ്സിലായല്ലേ? ഏരിയ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഇത് പഠിക്കാൻ നോക്കും. ഞാൻ പോയി അവളെ പഠിപ്പിച്ചിട്ട് തരാം. എന്റെ ടൂൾസ് എടുക്കട്ടെ. സമയമായിട്ടില്ല, ഞാൻ പറയാം. മിസ്സിംഗ് പാറ്റേൺ എങ്ങനെ കണ്ടുപിടിക്കാൻ? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചാ കഴിഞ്ഞ വർഷത്തെ മിസ്സിംഗ് കേസ് കിട്ടും. അത് വെച്ചങ്ങ് പാറ്റേൺ കണ്ടുപിടിക്കാം. വിളച്ചിലെടുക്കല്ലേ. ഇത് പഠിക്കടാ. നമുക്ക് ഓട് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സും പഠിക്കാം. ഇവൻ രണ്ടെണ്ണം വിളച്ചിലെടുക്കല്ലേ. ഇന്ന് പഠിപ്പിച്ച നാളെ ഞാൻ ടെസ്റ്റ് പേപ്പർ എടുക്കും. എങ്ങാനും തെറ്റിച്ച നിന്റെയൊക്കെ രണ്ടെണ്ണത്തിനെ ചന്തിലെ തൊലി എന്റെ വടിയിരിക്കും. ഇനി നീ നാളെ വന്നിട്ട് വേണ്ടേ? നീ ഇന്ന് ട്യൂഷന് പോയായിരുന്നോ പിള്ളേരെ പഠിപ്പിക്കാൻ? ഓ ഞാൻ പോടാ, രണ്ടും വിളഞ്ഞ വിത്തുകളാ. ഞാൻ വിരട്ടി നിർത്തിയേക്കുവാ. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നീ വരട്ടി ഒന്നും ചെയ്യല്ലേ, ഒരു മയത്തിനെ കൊണ്ടുപോയാ മതി. രണ്ടും സൈക്കോളാ. അയ്യോ.